നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പോയത് 2-ാം തീയതി? മൺഡേ ഡേറ്റ് 2 തന്നെ, ജൂൺ 2. നിങ്ങൾ രാവിലെ പോയി ബാക്കിൽ നിന്നാണ് വന്നത്. നമ്മൾ 2-ാം തീയതിയാണ് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് സ്റ്റേഷനിൽ. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് വരാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് 2 മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അല്ല ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ചറിയാം ദിയ നമ്മുടെ അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല. എന്നിട്ട് നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ്. ദിയ ഞങ്ങളുടെ അങ്ങനെ ഇടപഴകിയിട്ടില്ല. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണാൽ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. അതെല്ലാം CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ 1 വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTVയിൽ വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറൊക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി ഇരിക്കുന്നതിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ? എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി. ഞങ്ങൾ മുന്നിൽ ജോലി നിർത്തി. 28-ാം തീയതി 29-ാം തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത്. 29-ാം തീയതിയാണ് നിർത്തുന്നത്. ദിയയ്ക്ക് അറിയാൻ ജോലി നിർത്തിയോ? ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ റെക്കോർഡുണ്ട്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് വെച്ചാൽ എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അന്ന് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞ് അയച്ചിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ 3 പേര് ഒരുമിച്ചാണ് ജോലി നിർത്തി. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ചെയ്തിട്ടാണെന്ന്. ഞങ്ങൾ 7 മണി വരെയൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. അത്രയും സമയം നമുക്ക് ഓവർ ടൈം തരുന്നതിന്റെ പ്രശ്നമാണ് നമ്മൾ ഇതാക്കിയത്. പിന്നെ 11 മണി തൊട്ട് 5 മണിയാക്കി. പിന്നെ 7 മണി വരെയൊക്കെ നിൽക്കാൻ തുടങ്ങി. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ഗോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോഡാണ് പോലത്തെ സ്ഥലം. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മളവിടെ നിന്ന് സ്റ്റോക്കുകൾ മേടിക്കാൻ വേണ്ടി നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം. പിന്നെ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്. അത്രയും ഞങ്ങളത് എടുത്ത് കയറ്റാണ്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ്. ഞങ്ങളുടെ അടുത്ത മൂവ്മെന്റ് ഞങ്ങൾ സംസാരിക്കുന്നേ ഉള്ളൂ. അതെ 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 3 പേര് ഒരുമിച്ച് നിർത്തിൻ്റെ പകപോക്കലാണെന്ന് ദിയ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുമുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ തെളിവുമുണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കും, നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ ആരെന്നറിയാലോ ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ദിയേനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കേസ് പിൻവലിക്കാണ്ടി. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ആരാ നിനക്ക് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. നിങ്ങളെ പേടിക്കുകയാണെന്ന്